മാതൃഭൂമി ന്യൂസ് ബിഗ് ബ്രേക്കിംഗ്. മുട്ടിൽ മരമുറി കേസിലെ പ്രതികളുടെ അപ്പീൽ തള്ളിയ കോടതി വിധിയുടെ വിശദാംശങ്ങൾ പുറത്ത്. അഗസ്റ്റിൻ സഹോദരങ്ങളുടെ വാദങ്ങളൊന്നും നിലനിൽക്കില്ലെന്ന് കോടതി. തടികൾ സർക്കാരിന്റേതല്ല എന്ന് തെളിയിക്കാൻ ഒരു കീറക്കടലാസ് പോലും ഹാജരാക്കാൻ പ്രതികൾക്ക് കഴിഞ്ഞില്ല എന്നും കോടതി പറഞ്ഞു. എം കമൽ വിവരങ്ങളുമായി ചേർന്നുണ്ട്. കമൽ, പ്രധാനപ്പെട്ട വിവരമാണ്. എന്തുകൊണ്ട് ഈ അപ്പീൽ തള്ളി എന്നത് സംബന്ധിച്ചുള്ള വിവരങ്ങൾ പുറത്തേക്ക് വരുമ്പോൾ പ്രധാനപ്പെട്ട ഒരു തെളിവും കോടതിയിൽ ഹാജരാക്കാൻ പറ്റിയില്ല എന്ന് മാത്രമല്ല, കോടതിയുടെ ഭാഗത്തു നിന്നും ഇവർക്കെതിരെ വിമർശനവും വരുന്നുണ്ട്. വിവരങ്ങൾ പൂജ, അതായത് ഈ തടികൾ സർക്കാരിൻ്റെതാണെന്ന വാദമാണ് സർക്കാർ ഉയർത്തിയത്, വനം വകുപ്പ് ഉയർത്തിയത്. അങ്ങനെയാണ് വനം വകുപ്പ് ഇത് കണ്ടുകെട്ടിയത്. അതല്ല എന്ന് തെളിയിക്കുന്നു. അതായത് ഇത്തരം ഉൽപ്പന്നങ്ങൾ പിടിച്ചെടുക്കുമ്പോൾ അത് വനവിഭവമാണ് എന്ന് തീരുമാനിക്കാൻ സർക്കാരിന് അവകാശമുണ്ട്. അങ്ങനെയാണ് നിയമം പറയുന്നത്. അതല്ല എന്ന് തെളിയിക്കാൻ ഒരു സ്ക്രാപ്പ് ഓഫ് പേപ്പർ പോലും ഹാജരാക്കാൻ പ്രതികൾക്ക് കഴിഞ്ഞില്ല എന്നാണ് കോടതി വിധിന്യായത്തിൽ പറഞ്ഞിരിക്കുന്നത്. പ്രധാനപ്പെട്ട മറ്റൊരു പോയിന്റ്, നിലവിലുള്ള നിയമങ്ങളെ, അതായത് നിലവിൽ ഈ നാട്ടിലുള്ള നിയമങ്ങളെ സർക്കാരിന്റെ ഉത്തരവുകളും സർക്കുലറുകളും കൊണ്ട് മറികടക്കാൻ കഴിയില്ലെന്ന് കോടതി ചൂണ്ടിക്കാണിക്കുന്നു. അതായത് ഈ മരമുറിക്ക് കാരണമായത് ഇപ്പോഴത്തെ ചീഫ് സെക്രട്ടറിയും അന്ന് റവന്യൂ പ്രിൻസിപ്പൽ സെക്രട്ടറിയുമായിരുന്ന ജയതിലക് ഇറക്കിയ ഒരു വിവാദ സർക്കുലർ ഉപയോഗിച്ചാണ് പ്രതികൾ ഈ തടികൾ മുറിച്ചു കടത്തിയത്. അത് ഉദ്ദേശിച്ചാണ് കോടതി പറയുന്നത് നിലവിലുള്ള നിയമത്തെ ഏതെങ്കിലും സർക്കുലറോ സർക്കാർ ഉത്തരവോ കൊണ്ട് മറികടക്കാൻ കഴിയുന്നതല്ല എന്ന് കോടതി ഈ വിധിന്യായത്തിൽ വ്യക്തമാക്കുന്നു. മറ്റൊന്ന്, പ്രതികൾ വാദിച്ചിരുന്നത് അവർക്ക് സൂര്യ ടിമ്പേഴ്സ് എന്ന പേരിൽ ഈ തടിക്കച്ചവടം നടത്താനുള്ള ലൈസൻസ് ഉണ്ട് എന്നായിരുന്നു. എന്നാൽ അതിന് ആവശ്യമായ ഒരു രേഖകളും പ്രതികൾക്ക് ഹാജരാക്കാൻ കഴിഞ്ഞില്ല. വനംവകുപ്പിന്റെ പ്രോപ്പർട്ടി മാർക്ക് രജിസ്ട്രേഷനോ അത്തരത്തിലുള്ള തെളിവുകളൊന്നും ഈ സൂര്യ ടിമ്പേഴ്സിൻ്റെതായി ഹാജരാക്കാൻ പ്രതികൾക്ക് കഴിഞ്ഞില്ല. കോടതി മറ്റൊന്ന് പറയുന്നത്, ഈ ഈട്ടിത്തടികൾ കണ്ടുകെട്ടിയ DFOയുടെ നടപടി നിലവിലുള്ള നിയമങ്ങൾക്ക് അനുസൃതവും കോടതിയുടെ മുൻ വിധികൾക്ക് അനുസൃതവുമാണ് എന്ന് അസന്ദിഗ്ധമായി കോടതി പറയുന്നു. മാത്രമല്ല, വനസമ്പത്ത് സംരക്ഷിക്കേണ്ടതിൻ്റെ ആവശ്യകതയും കോടതി എടുത്തു പറയുന്നുണ്ട്. ഈ പ്രതികൾക്ക് അവരുടെ വാദങ്ങൾ ഉന്നയിക്കാൻ ഹിയറിങ്ങിന് പലതവണ DFO നോട്ടീസ് നൽകിയതാണ്. അതൊന്നും കൃത്യമായി മറുപടി നൽകുകയോ ഹാജരാവുകയോ ചെയ്തില്ല. അത്തരമൊരു നോട്ടീസ് കിട്ടിയിട്ടില്ല എന്ന പ്രതികളുടെ വാദവും കോടതി തള്ളി. പൂജ.